Hello everyone. അപ്പോൾ എല്ലാവരും കീം എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്കറിയാം കീം എക്സാമിൽ 75 ചോദ്യങ്ങളാണ് മാത്തമാറ്റിക്സിലുള്ളത്. സോ ഈ 75 ചോദ്യം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണല്ലേ. പക്ഷേ ഈ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്താലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു നല്ല റാങ്ക് നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടുകയുള്ളൂ. ഈ 75 ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കാം, എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷെങ്കിൽ ഈ ചെറിയൊരു സമയത്തിനുള്ളിൽ ഇത്രയും ചോദ്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും അല്ലേ. സോ അപ്പം ഏതൊക്കെ ചാപ്റ്ററിൽ ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. അതേപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ആ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യണം, നോക്കണം. സോ അപ്പോൾ 1-2 ചാപ്റ്റേഴ്സിലെ ഷോർട്ട് കട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, 3-dimensional ജോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ടോപ്പിക് എന്തെന്ന് വെച്ചാൽ ഇതാണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്താണ് സ്ക്യൂ ലൈൻസ് എന്ന് നമുക്കൊന്ന് പറയാം. സ്ക്യൂ ലൈൻസ് എന്ന് പറഞ്ഞാൽ 2 ലൈൻസ് ആണ്. ആ 2 ലൈൻസ് എന്താണ്, പാരലലും അല്ല, അതേപോലെ തന്നെ അവർ രണ്ടുപേരും എന്താണ്, ഇന്റർസെക്റ്റും ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള ലൈനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്ക്യൂ ലൈൻസ് എന്ന് വിളിക്കുന്നത്. സോ അപ്പം ഈ 2 ലൈനുകൾ തമ്മിലുള്ള ഏറ്റവും മിനിമം ഉള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. സോ അപ്പോൾ നമുക്കറിയാം ഈ ഒരു ചോദ്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന് ഒരു ഫോർമുലയുണ്ട്. സോ ഈ ഫോർമുല ഡെറൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം, നമ്മുടെ 2 ലൈൻസിന്റെ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. നമുക്കറിയാം 2 ലൈൻസിന്റെ ഇക്വേഷൻ വെക്ടർ ഇക്വേഷൻ ആയിട്ടുണ്ട്, അതേപോലെ തന്നെ എന്താണ്, കാർട്ടീഷ്യൻ ഇക്വേഷൻ ആയിട്ടുണ്ട് അല്ലേ. സോ അപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ നമുക്ക് 2 ലൈൻസ് തന്നിട്ടുണ്ട്, 2 സ്ക്യൂ ലൈൻസ്. 2 സ്ക്യൂ ലൈൻസിന്റെ ഇക്വേഷൻ നമുക്ക് വെക്ടർ ഇക്വേഷൻ ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. വെക്ടർ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് നോക്കിക്കേ, ഇവിടെ ഡിസ്റ്റൻസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് മോഡുലസിനകത്താണ് ഇട്ടിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്, നമുക്കറിയാം ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല, ആ ക്വാണ്ടിറ്റി നമ്മൾ പോസിറ്റീവ് ആയിട്ട് എപ്പോഴും പറയാറുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ മോഡുലസിനകത്ത് വെക്ടർ A2 മൈനസ് വെക്ടർ A1. എന്താണ് ഈ വെക്ടർ A2 വെക്ടർ A1? നമ്മുടെ വെക്ടർ ഇക്വേഷനകത്തെ ഈ വെക്ടർ A1 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ A1, ഇവിടുത്തെ A2 എന്ന് പറയുന്നതാണ് ഈ ഇക്വേഷനിലെ A2. സോ ഈ 2 വെക്ടർ കമ്പോണൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സബ്ട്രാക്ട് ചെയ്യുന്ന റിസൾട്ട് ആണ് ഇവിടെ എഴുതേണ്ടത്. ഡോട്ട് പ്രൊഡക്റ്റ് വിത്ത് എന്താണ്, നമ്മുടെ പാരലൽ വെക്ടറായ B1 ആൻഡ് B2 വെക്ടേഴ്സ്, ഇവരുടെ ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ എടുക്കണം. ഇനി ഡിവൈഡഡ് ബൈ എന്താണ്, ക്രോസ് പ്രൊഡക്റ്റ് എടുത്തതിന്റെ മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം എങ്ങനെയാണ് വരുന്നത്. അപ്പം ഇത് കാർട്ടീഷ്യൻ ഇക്വേഷനിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതേ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2 ലൈനിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എന്താണ്, കാർട്ടീഷ്യൻ ഫോമിലാണ് തന്നിട്ടുള്ളതെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് സോൾവ് ചെയ്യാം. ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ഈ ഇക്വേഷൻ കുറച്ച് വലുതാണ് അല്ലേ, കുറച്ച് ബൈ ഹാർട്ട് ചെയ്യാൻ ഇച്ചിരി പാടാണ്, നമ്മൾ എക്സാമിന് എഴുതുമ്പോഴും മിസ്റ്റേക്ക് ഒക്കെ വരും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കാർട്ടീഷ്യൻ ഇക്വേഷനിലാണ് തന്നിരിക്കുന്നതെങ്കിൽ കൂടിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫോർമുല വെച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പോൾ നമുക്കിനി ഈ ക്വസ്റ്റ്യനിൽ നിന്ന് എങ്ങനെ ഈ കമ്പോണൻസ് എഴുതാമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 2 ഇക്വേഷൻസും കാർട്ടീഷ്യൻ ഇക്വേഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് ആദ്യം വെക്ടർ A1ന്റെ കമ്പോണന്റ് ആണ് ഞാൻ എഴുതുന്നത്. സോ വെക്ടർ A1 നിങ്ങൾ വെക്ടർ A ആയിട്ട് തന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല, കമ്പോണൻസ് മാത്രം എഴുതിയാൽ മതി. സോ വെക്ടർ A1 എഴുതുമ്പോൾ ഇവിടെ നമുക്കറിയാം ഇക്വേഷൻ x മൈനസ് x1 ഡിവൈഡഡ് ബൈ A, then y മൈനസ് y1 ഡിവൈഡഡ് ബൈ B, then z മൈനസ് z1 ഡിവൈഡഡ് ബൈ C എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. സോ അപ്പോൾ എന്താണ് ഇവിടെ നോക്കിക്കേ, x+2 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ x മൈനസ് x1 എന്നാവണം എന്നുണ്ടെങ്കിൽ ഇത് ഏത് ഫോമിൽ വരണം, x മൈനസ് -2 എന്ന് വന്നാലേ x+2 ആവുള്ളൂ. സോ ഇവിടുന്ന് വെക്ടർ A1ന്റെ ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, -2i ആയിരിക്കും നമുക്ക് വരുന്നത് അല്ലേ, -2i വരും. ഇവിടെ നമുക്ക് y-ന്റെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, അതിന്റെ അർത്ഥം എന്താണ്, y -0 എന്നാണ്. സോ അവിടുത്തെ കമ്പോണന്റ് എന്താണ്, 0 ആണ്. സോ അവിടെ നമുക്ക് 0j എന്ന് എഴുതാം. നെക്സ്റ്റ് ഇവിടെ എന്താണ്, z-5, അത് കറക്റ്റ് z-z1 ഫോമിൽ തന്നെയാണുള്ളത്. സോ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം, ഇവിടെ 5k എന്ന് കൊടുക്കാം. സോ വെക്ടർ A1ന്റെ കമ്പോണൻസ് നമ്മൾ എഴുതി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എന്താണ്, വെക്ടർ A2ന്റെ കമ്പോണൻസ് ആണ്. സോ വെക്ടർ A2ന്റെ കമ്പോണന്റ് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ എഴുതുന്നത്. സോ വെക്ടർ A2ന്റെ കമ്പോണന്റ് നോക്കി, x മൈനസ് x1, ഇവിടെ x1 എന്താണ് 4 ആണ്. ഇവിടെ y മൈനസ് y1 എന്താണ് 1 ആണ്. ഇവിടെ z+3 ആയതുകൊണ്ട് z മൈനസ് -3 എന്നാണ് വരുന്നത്. സോ z1 കമ്പോണന്റ് എന്ത് വരും, സോ z2 കമ്പോണന്റ് എന്ത് വരും, നമുക്കറിയാം -3 ആണ് വരുന്നത്. സോ A2 എന്ന് പറയുമ്പോൾ നമുക്ക് 4i + j
-3k എന്നായിരിക്കും വെക്ടർ A2ന്റെ കമ്പോണന്റ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ വേണ്ടത്? വെക്ടർ A2 മൈനസ് വെക്ടർ A1 വേണം അല്ലേ? വെക്ടർ A2 മൈനസ് വെക്ടർ A1 ആണ് നെക്സ്റ്റ് വേണ്ടത്. അത് നമ്മൾ എങ്ങനെ എഴുതും? ഇവിടുന്ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ 4 - -2 എന്ന് വരുമ്പോഴത്തേക്ക് നമുക്കത് 6i വരും. നെക്സ്റ്റ് 1 - 0 എന്ന് പറയുമ്പോൾ എന്താണ്? 1 തന്നെ. സോ അവിടെ j കമ്പോണന്റ് തന്നെ വരും. ദെൻ -3 - 5 എന്ന് വരുമ്പോൾ എത്ര കിട്ടും? നമുക്ക് -8k എന്നായിരിക്കും വരുന്നത്. സോ ഇതാണ് നമുക്ക് A2 മൈനസ് A1 എന്ന് പറഞ്ഞ വെക്ടർ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ് വേണ്ടത്? B1 ക്രോസ് B2 വേണം അല്ലേ? സോ B1 ക്രോസ് B2 വരുമ്പോൾ B1 വെക്ടർ എന്താണ്? B2 വെക്ടർ എന്താണ്? B1 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഡിനോമിനേറ്റർ വന്നിരിക്കുന്ന ഈ കമ്പോണൻസ് എല്ലാം B1 വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആയിരിക്കും. സോ B1 വെക്ടർ നമുക്ക് എങ്ങനെ എഴുതാം? വെക്ടർ B1 എന്ന് പറയുമ്പോൾ I മൈനസ് 2j പ്ലസ് 2k ആയിരിക്കും വരുന്നത്. ദെൻ B2 വെക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനകത്തെ ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്ന കമ്പോണൻസ് അത് എത്രയാണ്? ഡയറക്ഷൻ റേഷ്യോസ് 1, 2, 0 ആണ്. സോ നമുക്ക് I പ്ലസ് 2j പ്ലസ് 0k എന്നായിരിക്കും കിട്ടുന്നത്. സോ ഇതാണ് നമ്മുടെ B2 വെക്ടർ. ഇനി നമുക്ക് എന്ത് വേണം? B1 ക്രോസ് B2 വേണം. B1 ക്രോസ് B2 നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം B1 ക്രോസ് B2 വരുമ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് ആണ്. അത് നമ്മൾ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്ത് വേണം കണ്ടുപിടിക്കാൻ. I j k. ദെൻ B1ന്റെ കമ്പോണന്റ് എന്തൊക്കെയായിരുന്നു? B1ന്റെ കമ്പോണന്റ് 1 - 2 2 ആയിരുന്നു അല്ലേ? സോ 1 - 2 2 വരും. ദെൻ B2ന്റെ കമ്പോണന്റ് എന്തൊക്കെയാണ്? 1 2 0 1 2 0. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? I ദെൻ 0 - 4 ദെൻ -j വരും. ദെൻ 0 - 2 വരും. ദെൻ പ്ലസ് k വരും. ദെൻ 2 + 2 വരും. സോ ഇവിടെ നമുക്ക് -4i പ്ലസ് 2j പ്ലസ് 4k എന്ന് കിട്ടും. സോ നമുക്ക് B1 ക്രോസ് B2 ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. സോ ഇനി നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2 നമുക്ക് വേണം അല്ലേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മാഗ്നിറ്റ്യൂഡ് ഒരു വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് -4² അത് എത്രയാണ്? 16 ആണ്. ദെൻ 2² എത്രയാണ്? 4 ആണ്. അഗെയിൻ 4² 16 ആണ്. സോ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത് റൂട്ട് 36 ആണ് നമുക്ക് വരുന്നത്. റൂട്ട് 36 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 6 ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കണ്ട ഇക്വേഷൻ ആണ്. എന്തായിരുന്നു? വെക്ടർ A2 മൈനസ് A1 ഡോട്ട് പ്രൊഡക്റ്റ് വിത്ത് B1 ക്രോസ് B2 ആണ് അല്ലേ? സോ അപ്പം A2 മൈനസ് A1 ഇവിടെയുണ്ട്. ദെൻ B1 ക്രോസ് B2 ഇവിടെയുണ്ട്. ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എടുക്കുന്നത്. സോ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 × -4 എന്ന് പറയുമ്പോഴത്തേക്കിന് -24 വരും. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്താ ഉള്ളത്? 1 × 2 അല്ലെ? 1 × 2 വരുമ്പോൾ ഇവിടെ നമുക്ക് 2 വരും. ദെൻ നെക്സ്റ്റ് ഇവിടെ എന്താണ് നമുക്ക് കിട്ടുന്നത്? നെക്സ്റ്റ് അറിയാം -8 ആൻഡ് 4 ആണ് അല്ലേ? സോ -32 നമുക്ക് വരും. ഓക്കെ. ഹോൾ ഡിവൈഡഡ് ബൈ നമ്മുടെ 6 ആണ്. മോഡുലസിനകത്താണ് നമ്മുടെ വാല്യൂ വരുന്നത്. സോ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 54/6 എന്ന് കിട്ടും. സോ നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് 9 യൂണിറ്റ് എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ നമ്മുടെ ആൻസർ എന്ത് വരും? ആൻസർ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്യുന്നത്. സോ ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക? മറ്റേ ഇക്വേഷൻ യൂസ് ചെയ്യാതെ ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. വളരെ എളുപ്പമുള്ളൊരു ചോദ്യം തന്നെയാണ്. 3Dയിൽ നിന്ന് ഈ ചോദ്യം മസ്റ്റ് ആയിട്ടും എക്സാമിന് ചോദിക്കുന്നതുമാണ്. സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.